നമസ്കാരം. ചൈനയുടെ വിജയ ഫോർമുല സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ? 12 മണിക്കൂർ ഒരു ദിവസം ചെയ്ത് ഉൽപാദനക്ഷമത കൂട്ടി ഇന്ത്യയെ മുന്നോട്ട് നയിക്കാമെന്ന നാരായണമൂർത്തിയുടെ പുതിയ ആശയം എത്രത്തോളം ഫലപ്രദമാണ്? എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന 996? നമുക്ക് പരിശോധിക്കാം. ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തി ഇന്ത്യയിലെ യുവതലമുറയ്ക്കായി മുന്നോട്ട് വെച്ച ഒരു കഠിനാധ്വാനപരമായ തൊഴിൽ സംസ്കാരമാണ് 996 വർക്ക് കൾച്ചർ എന്ന പേരിൽ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യ സാമ്പത്തിക വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിനാൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി യുവാക്കൾ അവിശ്വസനീയമാം വിധം കഠിനാധ്വാനം ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. വേഗത്തിൽ വളർന്ന ചൈനയുടെ വിജയത്തിന് പിന്നിലെ ഒരു കാരണമായി അദ്ദേഹം ഈ 996 മാതൃകയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് 996 വർക്ക് കൾച്ചർ? 996 എന്നതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. 9 AM മുതൽ 9 PM വരെ ഒരു ദിവസം ജോലി ചെയ്യുക. ഇത് ആഴ്ചയിൽ 6 ദിവസം തുടരുക. അതായത് ആഴ്ചയിൽ മൊത്തം 72 മണിക്കൂർ ജോലി ചെയ്യുക എന്നതാണ് ഈ ആശയം. മിക്ക രാജ്യങ്ങളിലെയും സാധാരണ ജോലി സമയമായ ആഴ്ചയിൽ 40-48 മണിക്കൂറുകളേക്കാൾ വളരെ കൂടുതലാണ് ഇത്. ചൈനയുടെ അതിവേഗ സാങ്കേതിക മുന്നേറ്റത്തിന്റെ കാലഘട്ടത്തില് ആലിബാബ, ഹുവായ് പോലുള്ള പ്രമുഖ ടെക് കമ്പനികളിൽ ഈ രീതി ഒരു അലിഖിത നിയമമായിരുന്നത്രേ. എന്തുകൊണ്ട് നാരായണമൂർത്തി ഇത് നിർദ്ദേശിച്ചു എന്ന കാര്യമല്ലേ നമുക്ക് നോക്കാം. വേഗതയേറിയ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ത്യക്ക് നിലവിൽ ഒരു ഇൻഫ്ലേഷൻ പോയിന്റ് ആവശ്യമാണെന്നാണ് നാരായണമൂർത്തി വാദിക്കുന്നത്. ചൈനീസ് സ്ഥാപനങ്ങളുടെ കഠിനാധ്വാന സംസ്കാരം അവരെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിച്ചു എന്ന നിരീക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശത്തിന് പിന്നിലുള്ളത്. യുവ ഇന്ത്യക്കാർ, അതായത് യുവാക്കൾ കൂടുതൽ സമയവും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ രാജ്യത്തിന് ലോകത്തിലെ മറ്റ് വികസിത രാജ്യങ്ങളുമായി മത്സരിക്കാൻ സാധിക്കൂ എന്നും വർക്ക് ലൈഫ് ബാലൻസ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ആദ്യം കഠിനാധ്വാനത്തിലൂടെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ നിയമം ചൈന തന്നെ നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. സ്വയം ഒരു മാതൃകയായി നാരായണമൂർത്തി ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ചൈന തന്നെ ഈ 996 സമ്പ്രദായം 2021 നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ഒന്നാമത്തെ കാരണം അമിതമായ ജോലിഭാരമാണ്. 72 മണിക്കൂർ ജോലി എന്നത് ജീവനക്കാർക്കിടയിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ശാരീരികമായിട്ടുള്ള തളർച്ചയ്ക്കും അതുപോലെ തന്നെ വലിയ ഉത്കണ്ഠയ്ക്കും കാരണമായിട്ടുണ്ട്. അടുത്തത് ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളുമാണ്. അമിത ജോലിഭാരം കാരണം ജീവനക്കാർക്കിടയിൽ പക്ഷാഘാതവും ഹൃദയസ്തംഭനം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന മരണങ്ങളും വർദ്ധിച്ചു വന്നു. ഇത് പൊതുജന ശ്രദ്ധ നേടുകയും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്ക് വലിയ രീതിയിൽ വഴിവെക്കുകയും ചെയ്തു. തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണ് മറ്റൊരു കാര്യം. ചൈനയുടെ തൊഴിൽ നിയമം അനുസരിച്ച് ഒരു ജീവനക്കാരൻ പ്രതിദിനം 8 മണിക്കൂറും ആഴ്ചയിൽ 40 മണിക്കൂറും മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. അടിയന്തര സാഹചര്യങ്ങളിൽ 36 മണിക്കൂർ വരെ മാത്രം അധിക ജോലി ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ, അതായത് നിയമം അനുവദിക്കുന്നുള്ളൂ. 996 രീതി ഇതിന്റെ എല്ലാം വ്യക്തമായ ലംഘനമായിരുന്നു. തൊഴിലാളികളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചൈനയിലെ സുപ്രീം പീപ്പിൾസ് കോടതിയും തൊഴിൽ മന്ത്രാലയവും സംയുക്തമായി ചേർന്ന് ഈ 996 തൊഴിൽ രീതി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ജോലിക്ക് അവകാശമുണ്ടെന്നതുപോലെ വിശ്രമത്തിനും അവധിക്കുമുള്ള അവകാശവും ജീവനക്കാർക്കുണ്ടെന്ന് അവർ ഊന്നി പറയുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കഠിനാധ്വാനം ആവശ്യമാണെന്ന നാരായണമൂർത്തിയുടെ കാഴ്ചപ്പാട് ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും കടുത്ത ജോലി സമയം ജീവനക്കാരുടെ ക്ഷേമത്തിന് ഹാനികരമാണെന്നും ചൈന പോലും ഉപേക്ഷിച്ച ഒരു മാതൃക ഇന്ത്യ പിന്തുടരേണ്ടതില്ലെന്നും ഒരു വലിയ വിഭാഗം വാദിക്കുന്നുണ്ട്. ഈ വിഷയം ഇന്ത്യയിലെ തൊഴിൽ സംസ്കാരത്തെയും വേതനത്തിന്റെയും ജീവിത നിലവാരത്തിന്റെയും പ്രാധാന്യത്തെയും ഇതിനെക്കുറിച്ചുള്ള ഒരു ദേശീയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തി ഇന്ത്യയിൽ യുവതലമുറയ്ക്കായി മുന്നോട്ട് വെച്ച 996 വർക്ക് കൾച്ചർ, അതായത് ആഴ്ചയിൽ 6 ദിവസവും 9 മണി മുതൽ 9 മണി വരെ ജോലി ചെയ്യുക എന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നതിനെ കുറിച്ച് തീർച്ചയായും വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. അതിനുള്ള ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത, അതായത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു കടുത്ത പുഷ്, അതായത് ഒരു ഹാർഡ് പുഷ് നൽകേണ്ടതിന്റെ പ്രാധാന്യവുമാണ് നാരായണമൂർത്തിയുടെ വാദങ്ങൾക്ക് പിന്നിലുള്ളത്. ചൈന അതിവേഗം വളരുന്നതിന്റെ ഒരു കാരണം ഈ അമിതമായ ജോലി സംസ്കാരമാണ് എന്ന നിരീക്ഷണം ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഈ മാതൃക നിലവിലെ ഇന്ത്യൻ തൊഴിൽ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉൽപാദനക്ഷമതയ്ക്കും അനുയോജ്യമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ്. ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളുടെയും ആരോഗ്യത്തിന്റെയും വെല്ലുവിളികളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അതായത്
ഇന്ത്യയിലെ ഫാക്ടറി ആക്ട് 1948 പോലുള്ള നിയമങ്ങൾ പ്രകാരം ഒരാഴ്ചയിലെ പരമാവധി ജോലി സമയം 48 മണിക്കൂറാണ്. ഒരു ദിവസം 9 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല. കൂടാതെ അധിക ജോലി ചെയ്യാമെങ്കിൽ പോലും അതിന് കർശനമായ പരിധികളുമുണ്ട്. 996 മാതൃക ഈ നിയമങ്ങളുടെ എല്ലാം നഗ്നമായ ലംഘനമാണ്. നിയമപരമായ സാധുത ഉറപ്പാക്കുക എന്ന് തന്നെ ഈ മാതൃകയ്ക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയുമാണ്. കൂടാതെ ഈ സമ്പ്രദായം ചൈന തന്നെ നിയമവിരുദ്ധമാക്കാൻ കാരണമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയിൽ 72 മണിക്കൂർ ജോലി ചെയ്യുന്നത് ജീവനക്കാർക്കിടയിൽ മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായ തളർച്ചയ്ക്കും ഉൽപാദനക്ഷമത വർദ്ധിച്ചാലും, അതായത് താൽക്കാലികമായ ഒരു വർധനവുണ്ടായാലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് കുറയാനുള്ള വഴിയും വെട്ടും. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഒരു നിശ്ചിത സമയപരിധിക്കപ്പുറം ജോലി സമയം കൂട്ടുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്ന കാര്യമാണ്. കൃത്യമായ വിശ്രമമില്ലാതെ ചെയ്യുന്ന ജോലിയിൽ പിഴവുകൾ കൂടുകയും നവീകരണ ചിന്തകൾ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. വർക്ക് ലൈഫ് ബാലൻസും യുവതലമുറയുടെ കാഴ്ചപ്പാടുമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ യുവ പ്രൊഫഷണലുകൾ വർക്ക് ലൈഫ് ബാലൻസിങ്, അതായത് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുക എന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. അതായത് ജോലിയും വ്യക്തിപരമായ ജീവിതവും തമ്മിൽ ആരോഗ്യകരമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഉയർന്ന ശമ്പളത്തെക്കാളും ഈ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി കരിയറിൽ മാറ്റങ്ങൾ വരുത്താൻ പോലും തയ്യാറായിരിക്കുന്നവരാണ് അവർ. അത്തരം ഒരു യുവതലമുറയ്ക്കിടയിൽ വ്യക്തിപരമായ സമയം തീരെ ഇല്ലാതാക്കുന്ന 996 കൾച്ചർ എത്രത്തോളം ആകർഷകമാകുമെന്നത് ഏറെ സംശയമാണ്, അല്ലെ? കമ്പനികൾക്ക് മികച്ച പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനും ഇത് തടസ്സമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കഠിനാധ്വാനം അനിവാര്യമാണ് എന്ന നാരായണമൂർത്തിയുടെ വാദത്തിൽ സത്യമുണ്ട് എങ്കിലും 996 എന്ന തീവ്രമായ മാതൃക നിയമപരവും ആരോഗ്യപരവുമായ കാരണങ്ങളാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യങ്ങൾ, മികച്ച വേതനം, കാര്യക്ഷമമായ പ്രവർത്തന രീതികൾ എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു സുസ്ഥിരമായിട്ടുള്ള മാതൃകയായിരിക്കും, അതായത് സസ്റ്റൈനബിൾ മോഡൽ ആയിരിക്കും ഇന്ത്യക്ക് കൂടുതൽ ഉചിതമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും 996 മാതൃകയേക്കാൾ ഉചിതമായതും സുസ്ഥിരവുമായ വഴികൾ എന്തൊക്കെയാണ് എന്നല്ലേ? അതിനെക്കുറിച്ച് പറയാം. നാരായണമൂർത്തി മുന്നോട്ട് വെച്ച കഠിനാധ്വാനം എന്ന ആശയത്തെ പൂർണ്ണമായും തള്ളിക്കളയേണ്ട കാര്യമില്ല. എന്നാൽ കഠിനാധ്വാനം എന്നാൽ അമിത സമയം ജോലി ചെയ്യുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് അത് അത്യധികം കാര്യക്ഷമതയോടെയും അതുപോലെ തന്നെ ശ്രദ്ധയോടെയും പ്രവർത്തിക്കുക എന്നതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയിക്കാൻ ഇന്ത്യക്ക് വേണ്ടത് സുസ്ഥിരമായിട്ടുള്ള ഉൽപാദനക്ഷമത വർധനവ് തന്നെയാണ്. ഈ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില വഴികളാണ് ഇനി ഞാൻ പറയുന്നത്. അതിലൊന്ന് സാങ്കേതിക വിദ്യയുടെയും ഓട്ടോമേഷന്റെയും കൃത്യമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. മനുഷ്യ പ്രയത്നം കുറയ്ക്കുകയും ജോലിയുടെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ ടൂളുകൾ എന്നിവയുടെ ഉപയോഗം എല്ലാ വ്യവസായങ്ങളിലും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ആവർത്തന സ്വഭാവമുള്ള ജോലികൾ 1 മിനിറ്റിനുള്ളിൽ കമ്പ്യൂട്ടറുകൾ ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ ബുദ്ധിപരവും ക്രിയാത്മകവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. ഇത് മണിക്കൂറുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് തന്നെ ഉൽപാദന ഫലം, അതായത് ഔട്ട്പുട്ട് കൂട്ടും. അടുത്തത് വൈദഗ്ധ്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. അതായത് ഇന്ത്യൻ തൊഴിൽ ശക്തിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ നിക്ഷേപം. അതായത് നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം. പുതിയ സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ആഗോള നിലവാരത്തിൽ മത്സരിക്കാനും കഴിയുന്ന തരത്തിൽ ജീവനക്കാർക്ക് തുടർച്ചയായ പരിശീലനം നൽകേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ 10 മണിക്കൂർ വേണ്ടയിടത്ത് മികച്ച വൈദഗ്ധ്യമുള്ള മറ്റൊരാൾക്ക് അത് 4 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് പ്രക്രിയയ്ക്ക് സർക്കാർ തലത്തിലും കമ്പനി തലത്തിലും പ്രാധാന്യം നൽകുക തന്നെ വേണം. അടുത്തത് നവീകരണവും ഗവേഷണവുമാണ്. വെറും ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അപ്പുറം ലോകത്തിന് ആവശ്യമായ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി ഗവേഷണത്തിലും വികസനത്തിലും വലിയ തോതിൽ നിക്ഷേപവും നടത്തണം. ഉന്നത വിദ്യാഭ്യാസം, വ്യവസായ മേഖല, സർക്കാർ എന്നിവയുടെ കൂട്ടായ പരിശ്രമം ഇതിന് ആവശ്യവുമാണ്. നവീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ഉയർന്ന മൂല്യമുള്ള ജോലികൾ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വരുത്തേണ്ടത് തൊഴിൽ നിയമ പരിഷ്കാരങ്ങളാണ്. നിലവിലുള്ളതും കാലഹരണപ്പെട്ടതുമായ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വഴക്കമുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാകണം. ഉദാഹരണത്തിന് ആവശ്യത്തിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കാനുള്ള ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകൾ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഇത് ജീവനക്കാർക്ക് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. മാത്രവുമല്ല സ്ഥാപനങ്ങൾക്കാകട്ടെ ചില പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാകുന്ന ജോലിഭാരം കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അടുത്തത് ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ്. ജീവനക്കാർക്ക് അവരുടെ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. സമ്മർദ്ദം കുറയ്ക്കുന്നതും
മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതുമായ നയങ്ങൾ കമ്പനികൾക്ക് ആവശ്യവുമാണ്. സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്ന ഒരു ജീവനക്കാരന് മാത്രമേ ദീർഘകാലത്തേക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതും ഒരു തരം പ്രോത്സാഹനം തന്നെയാണ്. ഇത് അവരുടെ ജോലിയിലുള്ള അർപ്പണബോധം കൂട്ടും. ചുരുക്കി പറഞ്ഞാൽ 996 മാതൃക എന്നത് വളർച്ച നേടാനുള്ള ഒരു ഷോർട്ട് കട്ട് മാത്രമാണ്. അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഉണ്ടാക്കി രാജ്യത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യ, വൈദഗ്ധ്യം, നവീകരണം എന്നിവയിൽ ഊന്നിയുള്ള സുസ്ഥിരമായുള്ള വളർച്ചാ മാതൃകയാണ് ഇന്ത്യയുടെ ഭാവിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.